ഇതൊരു മൈസൂർ ട്രാവൽ വീഡിയോ ആണ് കേട്ടോ. ഒരു 8 വർഷം മുന്നേ ഇതിന് മുന്നേ മൈസൂരേക്ക് പോയത്. അപ്പോൾ അന്ന് നമ്മൾ പോകാത്ത സ്ഥലങ്ങളിൽ കൂടി പോവുക എന്നുള്ളതാണ് ഈ യാത്രേൻ്റെ ഉദ്ദേശം. ഞങ്ങളിപ്പോൾ പോകുന്നത് പനമരത്തു നിന്നാണേ. സുൽത്താൻ ബത്തേരി വഴി തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. മൈസൂർ നമ്മൾ ഒരു പള്ളി, അതെല്ലാവരും പോകുന്നതാണ്. പിന്നെ ത്രിവേണി സംഗമം, പിന്നെ മൈസൂർ പാലസ്, മൈസൂർ സൂവിൽ പോയി. മൈസൂർ സൂവിൻ്റെ ഒക്കെ അടുത്ത് തന്നെയായിട്ടുള്ള വാക്സ് മ്യൂസിയം, സാൻഡ് മ്യൂസിയം. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഗുണ്ടിൽപേട്ടുള്ള ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടേ. ഗോപാൽ സ്വാമി അല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഫസ്റ്റ് ഇടുന്നത്. ഇതൊരു പാർട്ട് 1 പാർട്ട് 2 അങ്ങനെയുള്ളൊരു വീഡിയോ ആണേ. എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഒരു അമ്പലത്തിൽ പോയി. ചിലപ്പോൾ ഇതിൽ 1-2 നിങ്ങൾ പോകാത്ത ചില അമ്പലത്തിലും കൂടി ഞങ്ങൾ പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടേ. അറിയില്ല, എല്ലാ സ്ഥലവും ചിലപ്പോൾ എല്ലാവരും പോയതുമായിരിക്കും, ഇതും അറിയില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ പാർട്ട് 1 ആയിട്ടാണ് കേട്ടോ. എല്ലാം കൂടി ഒന്നിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണേ. ഇന്നത്തെ വീഡിയോ ഇവിടെ ഈ അമ്പലത്തിൽ പോയതാണ് കേട്ടോ. പേര് പറയാൻ കുറച്ച് പ്രയാസമുണ്ട്. ഹുളിഗിണ മുരാടി വെങ്കിടേശ്വര സ്വാമി ടെമ്പിൾ. ഗോപാൽ സ്വാമി പേട്ടിന്ന് കുറച്ചും നല്ലോണം അധികം മുന്നോട്ട് പോയാലാണ് ഈ അമ്പലം. പക്ഷെ നമ്മൾ അവിടെ പോകുന്നവർക്ക് ഇവിടെയും കൂടി പോകാമെന്നേ ഉള്ളൂ. രാവിലെ 7:45 കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. പനമരത്തുനിന്ന് നമ്മൾ സുൽത്താൻ ബത്തേരി വഴിയാണേ പോകുന്നത്. ഇത് കണ്ടില്ലേ, വെളിച്ചം വരുന്നത് നോക്കിക്കേ. മരത്തിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ദിവ്യപ്രകാശം വരുന്ന പോലില്ലേ. ബീനാച്ചി എത്തുന്നതിന് മുന്നേ ഉള്ളൊരു സ്ഥലമാണ് ഇത്. നിറച്ച് മരങ്ങൾ, നല്ല രസമായില്ലേ ഇങ്ങനെ പോകാൻ. കുറച്ച് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പോകുമ്പോൾ ഫുള്ള് തണുപ്പായിരുന്നേ. അവിടെ കർണാടകയിൽ നല്ല തണുപ്പായിരുന്നു കേട്ടോ. പോയി വരുന്നവരേ തണുപ്പാണ്. പോയി വന്ന് ജലദോഷമൊക്കെ പിടിച്ച് പിന്നെ കിടപ്പാണ്, അങ്ങനെയൊക്കെ. കാറിന് വേണ്ട ഭക്ഷണമൊക്കെ തലേന്നേ കൊടുത്തതായിരുന്നു. അപ്പോൾ ഇനി നമുക്കാണ് ഭക്ഷണം കഴിക്കാനുള്ളത്. ഇനി ഇവിടെ നിന്നുള്ള ഭക്ഷണം, കേരളത്തിലെ ഭക്ഷണം ഇവിടെ നിന്നല്ലേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുള്ള് കർണാടക ഭക്ഷണം ആയതുകൊണ്ട് തന്നെ ബത്തേരിയുള്ള ഉടുപ്പിയിലാണ് കേട്ടോ കയറിയേ. ചിലവർക്കൊക്കെ ഉടുപ്പിയിലെ ഭക്ഷണം കുറച്ച് മോശമാണെന്നുള്ള ഇതുണ്ടെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. സർവാഭരണ വിഭൂഷകയായിട്ടാണ് കേട്ടോ ഞാനുള്ളത്. കണ്ണുപോലും തുറക്കാൻ പറ്റില്ല, ഭയങ്കര സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്. മൃഗങ്ങളുണ്ടോ എന്ന് നോക്കാൻ പോയിട്ട് ഒന്നും നമുക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പോകുന്ന വഴിക്ക് മുത്തങ്ങയിൽ 9:30 ആയാൽ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് കാണാൻ പറ്റുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ 9 മണി 9:15 ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഒന്ന് ജസ്റ്റ് കയറി നോക്കാമെന്ന് വിചാരിച്ചേ. 9:30 വരെ നിന്നാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞങ്ങളവിടെ വണ്ടി നിർത്തി. ഞാൻ ചോദിച്ചപ്പോൾ ഇപ്പം ആ പരിപാടി ഇല്ല പോലും. ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്, പക്ഷെ അത് നമ്മളെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു അവർ. അപ്പോൾ ആ ഒരു പ്രതീക്ഷ രാവിലെ തന്നെ അസ്തമിച്ച്. അതൊന്ന് എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. രാവിലെ 9:30ക്കും പിന്നെ വൈകുന്നേരം 5 മണിക്ക് എന്തോ ആണ് അങ്ങനെ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത്. നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക അതിൽ, അത് കാണാനുള്ളൊരവസരം. ഇതാ പൊൻകുഴി അമ്പലമാണേ. ഇന്ന് അമ്പലത്തിൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കാടിൻ്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടേ. കാടൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തെത്തി. ഇവിടെ നമുക്ക് കുറച്ച് 35 രൂപ കൊടുക്കേണ്ട സമയത്ത് നമുക്ക് 70 രൂപ കൊടുക്കേണ്ടി വന്നു കേട്ടോ. നമ്മളുടെ ഇതിൽ ബാലൻസ് ഇല്ലായിരുന്നു. അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കണേ. ഞങ്ങൾ ശ്രദ്ധിച്ചില്ല അത്. ദൂരയാത്രയൊക്കെ പോകുമ്പോൾ, അത്ര ദൂരെയൊന്നും അല്ലെങ്കിലും യാത്ര പോകുമ്പോൾ എപ്പോഴും ബാലൻസൊക്കെ കീപ്പ് ചെയ്യുക. അങ്ങനെ ഒരു പാഠം നമ്മളിതിൽ പഠിച്ചു. ഇവിടെ ഈ റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് ഉണ്ട്. അവരതിനൊക്കെ എടുത്ത് തീ കൂട്ടിട്ടുണ്ട് കേട്ടോ. ഹരിതകർമ്മസേനയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു ഈ നാട്ടിൽ. നമ്മൾ കർണാടകത്തു നിന്നാണ് ബാക്കി പെട്രോൾ അടിച്ചത്. അത്യാവശ്യം വേണ്ട പെട്രോൾ മാത്രമേ അടിച്ചിരുന്നുള്ളൂ. ഇവിടെ എത്തി നമ്മൾ വണ്ടി ഫുൾ ടാങ്കൊക്കെ ആക്കിയേ. പൈസ കുറവാണല്ലോ. അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഗുണ്ടിൽപേട്ടിൽ നിന്ന് ഒരു 19 കിലോമീറ്റർ മാറി സഞ്ചരിക്കണം. മഹാമോശ റോഡായിരുന്നു കേട്ടോ. കുറച്ച് നേരം നല്ല റോഡ്, പിന്നെ ഇതുപോലെയുള്ള റോഡ്, പിന്നെ മഹാമോശം റോഡ്, അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ ഒരു വഴി തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്പലതാ മേളിൽ കാണുന്നുണ്ടേ. കണ്ടോ, ഇതിൽ കാണുന്നുണ്ടോ എനിക്കറിയില്ല.
അങ്ങോട്ടുള്ള റോഡ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രണ്ട് സൈഡിലും ഇങ്ങനെ പ്രത്യേക മരങ്ങളൊക്കെ പിടിപ്പിച്ച് ഒരു പച്ചേൻ്റെ ഉള്ളിൽ കൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന പോലെ ഉണ്ടാവും. ദൂരെയാണ് കേട്ടോ അമ്പലം നമുക്ക് എത്രയോ ഇപ്പുറത്തുനിന്ന് കാണുകയും ചെയ്യാം. കണ്ടില്ലേ, വലിയൊരു മലേൻ്റെ മുകളിലെത്തണം നമുക്ക്. നല്ല കാറ്റാണ് എന്നാണ് എപ്പോഴും പറയാറ്. കാറ്റുള്ള അമ്പലം, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇങ്ങനെ തരിശ് ഭൂമികളാണ് കേട്ടോ അവിടെയുള്ളതൊക്കെ. കൃഷി സ്ഥലങ്ങളായിട്ടൊന്നും കണ്ടില്ല. നമ്മളെവിടെയൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ വീടുകൾ വെച്ചിട്ടുണ്ടാവുമായിരുന്നു, റിസോർട്ടും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ ഒരു ചുരം പോലെയുള്ള റോഡുകളിൽ കൂടി കയറിയിട്ട് വേണം കേട്ടോ ആ മേലെ അമ്പലത്തിലെത്താൻ വേണ്ടിയിട്ട്. അമ്പലത്തിൻ്റെ മുറ്റം വരെയും വണ്ടി പോവേ. മേളിലെത്തി താഴേക്ക് നോക്കിയപ്പോൾ ചിത്രം വരച്ചതുപോലെ ഉണ്ട് കേട്ടോ. കണ്ടാൽ നമ്മളിങ്ങനെ അതിശയിച്ചു പോവും. എന്താണ് അമ്പലം, അവിടം വരെ ഇതുണ്ടോ ഫുള്ള് റോഡ്, അവിടെ നടക്കുക പോലും വേണ്ട കേട്ടോ, അത്രയും അടുത്ത് വരെ വണ്ടി എത്തുവേ. നമുക്ക് അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ. ഈ അമ്പലത്തിൽ പണ്ട് ഒരു 10-12 വർഷം മുന്നേ എൻ്റെ അച്ഛൻ പോയിട്ടുണ്ട്. അന്ന് ഇതൊന്നും പെയിൻ്റൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ അന്ന് ഞങ്ങൾ പോയ അന്ന് എന്തോ കല്യാണമാണോ എന്താ സംഭവം എന്നറിയില്ല. നമുക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് അവർക്ക് ചോദിക്കാനും പറ്റുന്നില്ല. കല്യാണം പോലെ എന്തോ ഒന്ന് അവിടെ നടക്കുന്നുണ്ടായിരുന്നേ. പക്ഷേ കല്യാണ പെണ്ണിനെ കണ്ടില്ല കേട്ടോ, ചെക്കനെ കണ്ടു. എന്താ സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ അവിടെ കണ്ട ഒരു സംഭവമാണ്. ഈ നിൽക്കുന്നവരില്ലേ, അവരുടെ എല്ലാവരുടെ കയ്യിലും എന്തൊക്കെയോ ഒരു താലമുണ്ട്. ആ താലത്തിൻ്റെ മേലെ എന്തൊക്കെയോ കുറേ ഉണങ്ങിയ കുറേ സാധനങ്ങളുണ്ടാവുമേ. കുറേ ഇലകൾ, നട്ട്സുകൾ, അങ്ങനെ എന്തൊക്കെയോ ഉണങ്ങിയത്. എന്നിട്ട് അവരതും പിടിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, അതിലൊക്കെ എന്തോ ഇലകൾ, കമ്പുകൾ, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ നിന്ന് ഫുള്ള് പുക. അപ്പോൾ ഇവരതെന്തോ ഹോമിക്കോ എന്തോ ചെയ്തു എന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെയാണ്. ഗോപാൽ സ്വാമിപ്പേട്ട് പോലെ തന്നെ ഒരു ചെറിയൊരമ്പലം. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഫേമസ് ആവാനുള്ള ഒരു അമ്പലമായിരിക്കും കേട്ടോ ഇത്. ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത അമ്പലമാണ്. അമ്പലത്തിൻ്റെ പുറവും ഉള്ളും ഒക്കെ കാണാൻ ഭയങ്കര പ്രത്യേകതയാട്ടോ. എന്താ പറയുക, ഫുള്ള് കല്ലാണ്. നല്ല രസം. ഭയങ്കര കാറ്റാണെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ പോയ അന്ന് കാറ്റ് ഇല്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ പുറത്തുള്ള തേരുകളും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, ഒരു ചെറിയൊരു അമ്പലം. അതിൻ്റെ ഗോപുരമാണ് ഭയങ്കരമായിട്ട് മുകളിലേക്ക് ഇങ്ങനെ നിൽക്കുന്നത്. 4 വശവും ഇതുപോലുള്ള വ്യൂ ആണ് കേട്ടോ. ഏറ്റവും മേലെയാണ് ഈ അമ്പലം, ഒരു മൊട്ട കുന്നിൻ്റെ മേലെ. അപ്പം 360 ഡിഗ്രിയിലും നമുക്ക് വ്യൂസാണ്. ഇങ്ങനെ എന്താ പറയുക, ഫുള്ള് താഴെ ഇങ്ങനെ ചിത്രം വരച്ച പോലെ ഇങ്ങനെ വയലുകൾ, അങ്ങനെ നമ്മൾ വരുന്ന വഴിയൊക്കെ ഇവിടെ കാണാം കേട്ടോ. ഈ മേളിലെത്തുമ്പോൾ ഇവർ നടന്നു പോകുന്നില്ലേ, അങ്ങോട്ടേക്ക് പോയാൽ എന്തോ ഒന്നുണ്ടേ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. ഇതാണ് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് പോലെ കാണുന്നത്. അമ്പലം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാടൊന്നുമില്ല. ഈ ഒരു ചെറിയൊരു അത് മാത്രമേ ഉള്ളൂ കേട്ടോ അമ്പലം. നമുക്ക് ഈ താഴേക്ക് പോകുമ്പോൾ ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. ചെറിയൊരു അതിൻ്റെ ചുവട്ടിൽ തൊഴാനുള്ളൊരു സ്ഥലമുണ്ട്. ചെറിയൊരു അമ്പലം പോലെയൊക്കെ ഉണ്ട്. അവിടെയുള്ളൊരു കുളമാണ്, നല്ല വൃത്തിയിൽ സംരക്ഷിച്ചിട്ടുണ്ട്. ഇത്രയും മലേൻ്റെ മുകളിൽ എങ്ങനെയാണ് ഇങ്ങനെ കുളമൊക്കെ ഉണ്ടായെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഫുള്ള് പാറ തുറന്നിട്ടുള്ള വെള്ളമാണ്. അതിൽ മീനുകളും ഉണ്ട് കേട്ടോ. ഇനി ആരും വീണ് പോകാതിരിക്കാനോ എന്തിനോ വേണ്ടിയിട്ട് അവർ ഫുള്ള് ഗ്രിൽസൊക്കെ ഇട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. നല്ല വെള്ളവും, നല്ല പച്ച വെള്ളം. അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉറക്കെയുള്ള നാമജപം ഇവിടം വരെയൊക്കെ കേൾക്കാം കേട്ടോ. ഈ മലേൻ്റെ മേളിലായതുകൊണ്ട് താഴേക്ക് കുറേ ദൂരേക്കും കേൾക്കാൻ സാധ്യതയുണ്ട്. കണ്ടില്ലേ, ഇവർ എല്ലാം കണ്ടു കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പോവുകയാണേ തിരിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഇവിടേക്ക് പോയാൽ ഇനിയും കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചതാണ്. ഇവരിവിടേക്കൊന്നും വരാതെ മെല്ലെ സ്ഥലം വിടാനുള്ള പരിപാടിയായിരുന്നു. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അവർ വരുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അങ്ങനെ കൈവരി ഈ കാണുന്നതേ ഉള്ളൂ. കുറച്ചപ്പുറത്തേക്ക് പോയാൽ ഒന്നുമില്ല. നമ്മൾ തന്നെ സൂക്ഷിക്കുക, അതാണ് പോളിസി. ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വന്ന വഴികളില്ലേ, അതൊക്കെ ഒരു വര പോലെ ഇങ്ങനെ കാണാം കേട്ടോ. ഇങ്ങോട്ടേക്കുള്ള ഈ വഴി ഈ അമ്പലത്തിലേക്ക് മാത്രമായിട്ട് കണ്ടില്ലേ, ഈ വഴി ഇങ്ങോട്ട് ഈ അമ്പലത്തിലേക്ക് മാത്രമായിട്ടുള്ള വഴിയാണെന്ന് തോന്നുന്നു. വേറെ ഒന്നും കാണുന്നില്ല. നമ്മൾ വരുമ്പം
എല്ലാം തരിശ് ഭൂമി പോലെ തോന്നുമെങ്കിലും ഇത്ര മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കുറച്ച് പച്ചപ്പൊക്കെ ഉള്ള പോലെ ഉണ്ടേ. ഇത് കണ്ടില്ലേ, അവിടെ ഒരു ഗോപുരം പോലെ, നമുക്ക് അവിടെ പോയി ഇരിക്കാം കേട്ടോ. അവിടെ നിന്നാണ് അവിടുന്ന് എൻ്റെ അച്ഛൻ്റെ ഒരു ഫോട്ടോ ഞാൻ വേറെയും കണ്ടിരുന്നേ. ഞാനന്ന് വിചാരിച്ചത് അച്ഛൻ ഗോപാലസ്വാമി പേട്ടിലേക്കാണ് പോയതെന്നാണ്. പക്ഷെ അച്ഛനും ഫ്രണ്ട്സൊക്കെ ഇങ്ങോട്ടേക്കായിരുന്നു വന്നത്. അവിടെ ഒരു പാറ കണ്ടില്ലേ, ഇതുണ്ടോ, ഇവിടെ ഒന്നും കൈവരിയോ ഒന്നുമില്ല കേട്ടോ. താഴേക്ക് വീണാൽ അങ്ങോട്ട് വീണോളുക, അത്രയുള്ള വലിയൊരു പാറ, വലിയ എന്താ പറയുക. അത് കണ്ടോ, അവിടെ ഒരു കള്ളിമുൾ ചെടിയുണ്ട്, നല്ല രസമാണ്. പക്ഷെ നമുക്ക് പേടിയൊന്നും തോന്നൂല. ഈ കള്ളിമുൾ ചെടിയിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. മിക്കവാറും മലയാളികൾ തന്നെയായിരിക്കും. ഇങ്ങനെയൊക്കെ എഴുതി വെക്കണം എന്നുണ്ടെങ്കിൽ അത് മലയാളികളുടെ ഒരു എന്താ പറയുക, ഒരു സ്വഭാവമാണ്. ചുമരെഴുത്ത് ഭയങ്കര നല്ല പ്രായമുള്ളൊരു കള്ളിമുൾ ചെടിയാണേ. ഇവിടെ നിന്നിട്ട് തിരിഞ്ഞിങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാണ്, നല്ല രസമാണ് കേട്ടോ. നമ്മളിങ്ങനെ ആകാശം തൊട്ട് നിൽക്കുന്ന പോലെയാണ് തോന്നുക. അതിൻ്റെ അവിടെ തന്നെയായിട്ട് ചെറിയൊരു കുളമുണ്ട്. വെള്ളം മഹാമോശമാണ്, ചെറിയ വേസ്റ്റുകളും ഇട്ടിട്ടുണ്ട്. ഇനി മഴവെള്ളം കെട്ടി നിൽക്കുന്നതാണോ, കൊതുകൊന്നുമില്ല കേട്ടോ. എന്തായാലും ഇവിടുന്ന് ഇങ്ങോട്ട് വരാനേ തോന്നിയില്ല. നല്ല വെയിലായിരുന്നു, പക്ഷേ നല്ല തണുപ്പുണ്ട്, കാലാവസ്ഥ നല്ലതായിരുന്നു. വെയിലുണ്ടെങ്കിലും നമുക്ക് ചൂടെടുക്കുന്നുണ്ടായിരുന്നില്ല. ഉണ്ടോ, ഒരു ആൽമരമുണ്ട് അങ്ങോട്ടേക്ക്, അവിടെ ഒരു ചെറിയൊരു പ്രതിഷ്ഠ പോലെ എന്തോ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നും ഫുൾ പുകയാണ് കേട്ടോ. മൊത്തം പുക കണ്ടോ, പുക വരുന്നത്. ആ പുകേൻ്റെ ഉള്ളിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ലേ. ഒരു പുകയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി പോവുകയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങൾക്ക് ഇനിയും കുറേ പോകാനില്ലേ, ഞങ്ങൾക്ക് മൈസൂർ എത്തണം. അതിൻ്റെ ഇടയിൽ വേറൊരു അമ്പലമുണ്ട്, അവിടെ കയറണം. ദക്ഷിണ കാശി എന്നാണ് അറിയപ്പെടുന്ന ആ അമ്പലം. ആ അമ്പലത്തിലും കൂടി കയറിയിട്ടാണ് നമ്മൾ റൂമിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല രസമാണ് അവിടെ. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യം പോയി നോക്കണേ അവിടേക്ക്. ഇതിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടേ. ഇപ്പോൾ ഏകദേശം ആളുകൾക്കൊക്കെ അറിയാം ഈ അമ്പലം. അങ്ങനെ ഒരു ഇങ്ങനെ അറിയപ്പെടാതെ കിടക്കുകയായിരുന്നു. പിന്നെ ഇവിടെ എന്തായാലും ഒന്ന് വന്ന് കാണണം കേട്ടോ. ഗോപാലസ്വാമി വരുന്നവർക്ക് ഒരു 40 മിനിറ്റ് കൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് എത്താമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരു അമ്പലമായിട്ട് കണ്ടിട്ടില്ലെങ്കിലും സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇങ്ങനെ നടക്കുവോ കുന്ന് കയറുവോ ഒന്നും വേണ്ട, മുറ്റം വരെ വണ്ടി എത്തും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ജസ്റ്റ് കയറാനേ ഉള്ളൂ. ഇതൊക്കെ ഞാനെടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. താഴെയുള്ള വഴികളൊക്കെ ഇങ്ങനെ ചെറുങ്ങനെ വരഞ്ഞു വെച്ചതുപോലെയാണേ തോന്നുക. നല്ല രസമാണ്. അവിടെ പോയി കണ്ട് ആസ്വദിച്ചാലേ അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. ഞങ്ങളുടെ പോളിസി എന്താണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം മാത്രമേ ഒരു സ്ഥലത്തേക്ക് പോവുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ വരവാണ് മൈസൂരേക്ക്. അത് ഈ ഒരു 1-2 സ്ഥലം കൂടി അധികം കാണാനുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞങ്ങൾ രണ്ടാമതും വന്നത്. ഇത് ഇങ്ങനെ ഒരു ചുരം പോലെയുള്ള വലിയ ഹെയർ പിൻ ബെൻഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കുറേ ഉയരത്തിലേക്ക് കയറി പോകുന്നതാണ്. പക്ഷേ ഒരു വീതി കുറഞ്ഞ റോഡാണ്. അപ്പോൾ അധികം വാഹനങ്ങളൊന്നും വരാത്തത് കൊണ്ട് ബ്ലോക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഇവിടെ വന്ന് കാണണേ. വൈകുന്നേരങ്ങളിലായിരിക്കും ചിലപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ടാവുക. ഞാൻ പോയ സമയത്ത് കാറ്റേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ വരവിൽ ഞങ്ങൾ 3 സ്ഥലം എക്സ്ട്രാ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വരാത്ത രീതിയിലുള്ള ഒരു ഡാമിൻ്റെ ഉള്ളിൽ പണിത ഒരു അമ്പലമുണ്ട്, അവിടേക്ക് പോയി. പിന്നെ ത്രിവേണി സംഗമം എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടേക്ക് പോയി. പിന്നെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ദക്ഷിണ കാശി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് അവിടേക്ക് പോകുന്നതിൻ്റെയാണ് കേട്ടോ. ഇതിപ്പോൾ തന്നെ ഒരു 15 മിനിറ്റ് ആയില്ലേ. അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അമ്പലം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമേ. അപ്പോൾ എൻ്റെ ഒന്നാമത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു 4 ഭാഗമെങ്കിലും എന്തായാലും വരും കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതിയേ.